അങ്ങനെ 9 മണിക്കൂർ നീണ്ടു നിന്ന ദീർഘയാത്രയ്ക്കൊടുവിൽ ഞാൻ രാത്രി 9:30-ക്കാണ് വീട്ടിൽ ചെന്ന് കയറുന്നത്. അതിനും ലേറ്റായിട്ടാണ് ഞാൻ സാധാരണ വീട്ടിലെത്താറ്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നേരത്തെ എത്താൻ എനിക്ക് സാധിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഐസും ചോക്ലേറ്റൊക്കെയാണ് തിന്നുന്നത്. കാരണം രാവിലെ തന്നെ എനിക്ക് ക്രേവിങ്സ് വന്നു. പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും മണിക്കൂർ അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്തതാണ് വയനാട്. ഇപ്പോൾ യാത്ര ചെയ്ത് ആകെ കുടുങ്ങിയ അവസ്ഥയിലായിട്ടുണ്ട്. പണ്ട് എൻ്റെ അമ്മ രാത്രി 6 മണിക്ക് ശേഷം കോളേജ് വിട്ട് വരുന്ന കുട്ടികളെ കാണുമ്പോൾ അമ്മയ്ക്കൊരു പ്രൗഡാണ്. ആ കുട്ടി പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എത്തുന്നതെന്നും പറയും. അപ്പോൾ ആ ഒരു പൂതി ഞാനങ്ങ് തീർത്തു കൊടുത്തതാണ്. ദൂരമുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കാറ്. ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ലീവ് അടുപ്പിച്ച് കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് വരാറുള്ളൂ. ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അസിസ്റ്റ് പോലും ചെയ്യാറില്ല. ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ തന്നെ പെട്ടിയും കടക്കി എടുത്ത് തിരിച്ചു പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം ചിക്കനും ചോറൊക്കെ കൂട്ടി ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ ചിക്കൻ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് അത് വേറെ തന്നെയാണല്ലോ. ഇപ്പോൾ കോളേജിൽ സ്റ്റിൽ മോഡലും വർക്കിംഗ് മോഡലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ ആ സമയത്ത് അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പെറുക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.